മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണീയം ആറാമത്തെ ദശകം, 1, 2 പറ്റിയാൽ 3 ശ്ലോകങ്ങൾ ഇന്ന് പറയാം. ഈ വിരാട് രൂപം, ഭഗവാന്റെ വിരാട് പുരുഷൻ എന്നുള്ളതായിട്ടുള്ള ആ ഭാവം അത് ഉണ്ടായി 14 ലോകങ്ങളായിട്ട് അങ്ങ് ബ്രഹ്മാണ്ടം പൊട്ടിച്ച് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചിട്ട് 14 ലോകങ്ങളായിട്ട് അങ്ങോട്ട് തീർന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോക 5-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ നിർഭാതോസി ഏവം സഹസ്രൈ കരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ നിർഭാതോസി എന്ന് പറഞ്ഞു. അങ്ങ് ഇങ്ങനെ സഹസ്രങ്ങളായിട്ടുള്ള ജീവാത്മാക്കളോടൊക്കെ കൂടിയിട്ട് ഈ അണ്ടത്തെ ഭേദിച്ചിട്ട് അങ്ങ് വിരാട് പുരുഷനായിട്ട് വിരാട്ട് എന്ന് പറയണതായിട്ടുള്ള 14 ജഗദ്രൂപം 14 രൂപങ്ങളോട് കൂടിയതായിട്ടുള്ള ആ വിരാട് രൂപത്തെ അങ്ങ് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇനി ആ വിരാട് രൂപത്തിനെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളിൽ ചെയ്യണത്. ഏവം 14 ജഗന്മയതം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. ആദ്യത്തെ ശ്ലോകം, അതായത് ഈ 14 ലോകങ്ങൾ അത് ഒക്കെ ഭഗവാന്റെ ഓരോരോ അവയവമായിട്ട് സങ്കല്പിച്ച് ധ്യാനിക്കാനാണ് ഉദ്ദേശിക്കണത്. അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറയുകയാണ്. നമുക്ക് നേരിട്ട് ഈ ലോകങ്ങളെയൊന്നും 14 ലോകങ്ങളെയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഭൂലോകത്തിനെ തന്നെ നമുക്ക് മുഴുവൻ കാണാൻ സാധിക്കണില്ല. പിന്നെയല്ലേ ആ ഭൂമിയുടെ താഴത്തുള്ളതായിട്ടുള്ള 7 ലോകങ്ങൾ, ഉപരിയുള്ളതായിട്ടുള്ള 6 ലോകങ്ങളും, അതായത് ഭൂലോകം കൂടിയിട്ട് 7 ലോകം, ഉപരിയുള്ളതായിട്ടുള്ള ലോകങ്ങൾ. അങ്ങനെയാണ് 7 ലോകങ്ങൾ ഭൂമിയുടെ താഴെ ആണ്. അങ്ങനെയാണ് സങ്കല്പം. അങ്ങനെയുള്ളതായിട്ടുള്ള ആ 14 ലോകങ്ങളായിട്ട് അങ്ങ് ആ വിരാട് രൂപമായിട്ട് ഭവിച്ചു എന്ന് പറഞ്ഞു. അതിനെ വർണ്ണിക്കുകയാണ്. ഓരോന്നും ഓരോരോ ഭാഗങ്ങളും അതൊക്കെ ഭഗവാന്റെ അവയവങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണ്. ഭഗവാനെ എല്ലാറ്റിനും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഇണങ്ങണ വിധത്തിലുള്ളതായിട്ടുള്ള ഒരു രൂപം കൊടുത്താലേ പറ്റുള്ളൂ. ഈ 14 ലോകങ്ങൾ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് ഈ 14 ലോകങ്ങളെ നമുക്ക് ഭാവനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഭാവനം ചെയ്യാനായിട്ട് സൗകര്യമായിട്ട് ഭഗവാന്റെ ഓരോരോ അവയവമായിട്ട് നമുക്കുള്ളതായിട്ടുള്ള മനുഷ്യർക്കുള്ളതായിട്ടുള്ള ഓരോരോ അവയവങ്ങൾക്ക് സമാനമായിട്ട് ഭഗവാന് ഓരോരോ അവയവങ്ങൾ സങ്കല്പിക്കുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഏതേത് ഭാഗങ്ങളായിട്ടാണ് ഭഗവാന്റെ ഏത് അവയവമായിട്ടാണ് ഇതിനെയൊക്കെ സങ്കല്പിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് പറയുകയാണ് ചെയ്യണത്. ഏവം 14 ജഗന്മയതാം, ഇങ്ങനെ 14 ലോകങ്ങളായിട്ട് തീർന്നു. ജഗന്മയതാം ഗതസ്യ, ഇപ്രകാരം 14 ലോകങ്ങളുടെ രൂപം ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ തവ അങ്ങയുടെ പാതാളമീശ പാദതലം വദന്തി. പാദതലമാണ് പാതാളം എന്ന് പറയുന്നു. അതായത് ഏറ്റവും അടിയിലുള്ളതാണ്. ഈ 14 ലോകങ്ങളിലെ ഏറ്റവും അടിയിലുള്ള ലോകമാണ് പാതാളം. ആ പാതാളമാണ് അങ്ങയുടെ പാദതലം എന്ന് പറഞ്ഞാൽ പാദത്തിൻ്റെ അടിഭാഗമാണ്. ഉള്ളനടി ആണ് പാദതലം എന്ന് പറയുന്നത്, ഉള്ളങ്കാല്. ആ ഉള്ളങ്കാൽ അങ്ങയുടെ പാദയുഗം ആണ് പാതാളം. പാതാളത്തിന് അങ്ങയുടെ പാദതലമാണ് അങ്ങയുടെ ഈ പാതാളം എന്ന് പറയുന്നു. ഈശ അല്ലയോ ഈശ, അങ്ങയുടെ പാദതലമാണ് പാതാളം എന്ന് പറയുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കൊന്നും കണ്ടിട്ടില്ലല്ലോ ആരും. പട്ടേരിപ്പാടും കണ്ടിട്ടില്ല. പട്ടേരിപ്പാടിന് ഈ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ആദ്യത്തെ ഋഷിമാര് അവരും ഒന്നും കണ്ടിട്ടുള്ളതല്ലൊന്നും അല്ല ഇത്. അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയായിട്ടാണ് ധ്യാനിക്കണത് ഓരോരുത്തർ എന്നുള്ളതാണ്. പാദോർധ്വദേശം അപി ദേവരസാതലം തേ പാദോർധ്വദേശം. രസാതലം എന്ന് പറയണത് തേ അങ്ങയുടെ പാദോർധ്വദേശം, പുറവടി ആണ്. അതായത് കാലിൻ്റെ തന്നെ മുകളിലെ ഭാഗം, അതിനെയാണ് പുറവടിയാണ് അങ്ങയുടെ രസാതലം എന്ന് പറയുന്നത്. പാതാളത്തിന് തൊട്ട് മുകളിലുള്ളത് ലോകമാണ് രസാതലം എന്ന് പറയുന്നത്. അപ്പം അങ്ങയുടെ കാലിൻ്റെ മേൽഭാഗം, കാലടികളുടെ മുകൾ ഭാഗം പുറവടി രസാതലമാണ് എന്ന് പറഞ്ഞു. തേ പാദോർധ്വദേശം,
അങ്ങയുടെ പാദങ്ങളുടെ ഊർധ്വദേശം ഉപരിയുള്ളതായിട്ടുള്ള ഭാഗം പുറവടിയെ രസാതലം അല്ല രസാതലം എന്നും വദന്തി എന്ന് അവിടേക്ക് കൊടുക്കണം. അതിനെ രസാതലം എന്ന് പറയുന്നു. ദേവ അത് ശോഭിക്കുന്നതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ പ്രകാശിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ. ദേവ എന്നുള്ള ദേവ ശബ്ദത്തിന് ദിവ് എന്നുള്ളതായിട്ടുള്ള ധാതുവിൽ നിന്നുള്ളതാണ് ദേവ എന്നുള്ളതായിട്ടുള്ള ശബ്ദം. അപ്പോൾ പ്രകാശിക്കുന്നവൻ, സർവത്ര പ്രകാശിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ, അങ്ങയുടെ പാദങ്ങളുടെ ഊർധ്വഭാഗത്തെ രസാതലം എന്ന് പറയുന്നു. ഇനി ഗുൽഭദ്വയം ഖലു മഹാതലം, അതിൻ്റെ മുകളിലുള്ളത് രസാതലത്തിൻ്റെ മുകളിലാണ് മഹാതലം എന്ന് പറയുന്നത്. ആ മഹാതലം ഏതാണ്? ഗുൽഭദ്വയം, അങ്ങയുടെ ഗുൽഭദ്വയാണ് നെരിയാണി, കാലിൻ്റെ മേടിലുള്ളതായിട്ട് അടിക്കഴിഞ്ഞാൽ ഉള്ള ഭാഗമാണ് നെരിയാണി. അതിനെ ഗുൽഭദ്വയം, ഗുൽഭം എന്നാണ് അതിന് പറയുക. ആ ഗുൽഭദ്വയം രണ്ട് കാലുകളുടെയും നെരിയാണിയെ എന്തായിട്ട് പറയണു? ഗുൽഭദ്വയം ഖലു മഹാതലം. അതങ്ങനെ പ്രസിദ്ധമാണ്, അങ്ങനെയാണ് സങ്കല്പിക്കണത് എന്ന് പ്രസിദ്ധമാണ്. മഹാതലം, അത് മഹാതലം എന്ന് പറയുന്നു. മഹാതലം അത്ഭുതാത്മൻ, അല്ലയോ അത്ഭുതമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയ ഭഗവൻ. അവിടെ ആത്മശബ്ദത്തിന് ആത്മാവ് എന്നുള്ള അർത്ഥം ഒന്നും എടുക്കണില്ല. അത്ഭുത സ്വരൂപത്തോടു കൂടിയ അല്ലയോ ഭഗവൻ. അതായത് ഇങ്ങനെയുള്ളതായിട്ടൊരു സ്വരൂപത്തെ നമുക്ക് സങ്കല്പിക്കാൻ തന്നെ വയ്യാത്ത അത്ര ഉള്ളതായിട്ടുള്ള ഒരു സ്വരൂപമാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള അത്ഭുത സ്വരൂപത്തോടുകൂടിയ അല്ലയോ ഭഗവൻ. ഇങ്ങനെയൊക്കെ ആളുകൾ പറയണു. ഏത് ചതുർദശകത്തായിട്ട് തീർന്നതായിട്ടുള്ള 14 ലോകങ്ങളുടെ രൂപം ധരിച്ചിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ പാദതലത്തെ കാലടികളുടെ അടിഭാഗം, അതിനെ പാതാളം എന്ന് പറയുന്നു. ഉപരിഭാഗത്തിൻ്റെ പുറവടിയെ സാതലം എന്ന് പറയുന്നു. ഗുൽഭങ്ങളെ നെരിയാണികളെ, രണ്ട് നെരിയാണികളെയും മഹാതലം എന്നും പറയുന്നു. അല്ലയോ അത്ഭുത സ്വരൂപനായിട്ടുള്ള ഭഗവൻ. ഇങ്ങനെയാണ് എന്ന് പറയുന്നു. ഇനി അടുത്ത ശ്ലോകം. ജംഘേ തലാതലം അഥോ സുതലം ജാനൂ കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരമംഗ നാഭിർവക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണേ. അല്ലയോ ചക്രപാണേ, ചക്രപാണിയായിട്ടുള്ളതായിട്ടുള്ള ഭഗവൻ, ലോകത്തെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ശക്തിയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ. ജംഘേ, അങ്ങയുടെ ജംഘ, ഈ നെരിയാണി കഴിഞ്ഞിട്ട് മുട്ടിൻ്റെ വരെയുള്ളതായിട്ടുള്ള ഭാഗം, അതിനാണ് ജംഘകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കാൽവണ്ണ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ കാൽവണ്ണ എന്നാണ് ഈ ഭാഗത്തിന് പറയുക. അതായത് നെരിയാണി കഴിഞ്ഞിട്ട് മുട്ടിൻ്റെ താഴെയുള്ളതായിട്ടുള്ള ഭാഗം, അത് ജംഘേ തലാതലം, അതിനെ തലാതലമാണ് എന്ന് പറയുന്നു. അതും ഈ കീഴ്ഭാഗത്തുള്ളതായിട്ടുള്ള 7 ലോകങ്ങളിൽ പെട്ടതാണ്. അതായത് മഹാതലത്തിൻ്റെ മീതെ തലാതലമാണ്. അങ്ങനെ അഥ പിന്നീട് സുതലം ജാനു, ജാനുക്കൾ, മുട്ടുകൾ, 2 മുട്ടുകൾ, അങ്ങയുടെ 2 മുട്ടുകളാണ് ഏത് സുതലമായിട്ടുള്ളത്. സുതലം ജാനു കിഞ്ച, ഇനി കൂടാതെ കണ്ട് ഊരുഭാഗയുഗളം വിതലാതലേ ദ്വേ, 2 ഊരുക്കളുടെ അടിഭാഗവും മുകൾ ഭാഗവും ഉണ്ട്. 2 ഭാഗമുണ്ട് ഊരുക്കൾക്ക്, അല്ലേ? തുടയുടെ അടിഭാഗമുണ്ട്, തുടയുടെ മുകൾ ഭാഗമുണ്ട്. അപ്പം അങ്ങനെ ഈ 2 ഭാഗങ്ങളോടുകൂടിയ 2 ഊരുക്കളാണല്ലോ ഉള്ളത്, 2 തുടകളുണ്ട്. അപ്പം ആ 2 തുടകൾ, അത് വിതലം അതലം, ഇത് രണ്ടുമാണ്. വിതലാതലേ ദ്വേ, അത് വിതലവും അതലവുമാണ്. അതായത് തുടയുടെ അടിഭാഗം വിതലം, മുകൾ ഭാഗം അതലം എന്നാണ്. വിതലം അതലം, അതാണ് ക്രമം. ജംഘേ കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ, 2 എണ്ണം, അതായത് വിതലം അതലം എന്നുള്ളതായിട്ടുള്ള 2 എണ്ണം. അത് ഏതാണ്? ഊരുഭാഗയുഗളം, ഊരുവിൻ്റെ ഭാഗയുഗളം, 2 ഭാഗങ്ങൾ, കീഴ്ഭാഗവും മുകൾ ഭാഗവും. കീഴ്ഭാഗം വിതലം, മുകൾ ഭാഗം അതലം എന്ന് പറഞ്ഞു. ഇനി അപ്പം കീഴിലുള്ളതായിട്ടുള്ള ഭൂമിക്ക് താഴെയുള്ളതായിട്ടുള്ള 7 ലോകങ്ങളും കഴിഞ്ഞു. പാതാളം, രസാതലം, തലാതലം, മഹാതലം, തലാതലം കഴിഞ്ഞിട്ട് മഹാതലം, തലാതലം, മഹാതലം, സുതലം, വിതലം, അതലം, ഇങ്ങനെ 7 ലോകങ്ങളും ഭൂമിയുടെ അടിയിലുള്ള ലോകങ്ങളായിട്ടാണ്. ക്രമത്തിലാണ് അത് ക്രമത്തിൽ ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായിട്ട് അവയെ സങ്കല്പിച്ചിരിക്കുകയാണ്. ഇനി ഭൂമിയെ എടുത്തത് ക്ഷോണീതലം ജഘനം,
ചോണീതലം, അതായത് ഭൂമി, ചോണി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ചോണീതലം, ഭൂലോകം, അത് ജഘനമാണ്, അരക്കെട്ടാണ്. അങ്ങയുടെ അരക്കെട്ടാണ് ചോണീതലം, ഭൂമി എന്ന് പറയുന്നത്. അംബരം അംഗ നാഭിഹി, നാഭി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കിള്. ആ പൊക്കിള് അംബരം, ആകാശം ആയിട്ടാണ്. ആകാശം പോലെ വിസ്തൃതമായിട്ടുള്ളതാണ് അംബരം എന്നുള്ളത്. ആകാശം, ആകാശത്തിൻ്റെ ഒരു കുഴി ആയിട്ടാണ് അതിനെ പറയണത്. ആകാശം എന്നുള്ളത് തന്നെ ഒരു കുഴിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ അംബരമാണ് ഏത്? നാഭി, അങ്ങയുടെ പൊക്കിൾ കൊടി, അതാണ് പൊക്കിള്, അതാണ് പൊക്കിൾ കുഴി ആണ് ആകാശം എന്ന് പറയണത്. ജഘനം അംബരം, നമുക്ക് ചോണീതലം ജഘനം, ചോണീതലമാണ് ജഘനം, അംബരമാണ് നാഭി. അംഗ എന്നുള്ളതൊരു സ്നേഹത്തോടു കൂടിയുള്ളതായിട്ടുള്ള, ഇവിടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭക്തി സ്നേഹമൊക്കെ കൂടിയിട്ടുള്ളതാണ് അംഗ എന്നുള്ളതായിട്ടുള്ള സംബോധന. നാഭിഹി, നാഭി പൊക്കിൾ കുഴി, അതാണ് അങ്ങയുടെ പൊക്കിൾ കുഴിയാണ് അംബരം, ആകാശം. വക്ഷശ്ച, വക്ഷസ് മാറിടം, മാറിടമാണ്. ഏതാണ് മാറിടം? ചക്രനിലയം, സ്വർഗം, സ്വർഗലോകം, അതാണ് വക്ഷസ്ഥലം. അങ്ങയുടെ വക്ഷസ്ഥലമാണ് സ്വർഗലോകം എന്ന് പറയാണ്. വക്ഷശ്ച സ്വർഗനിലയ ചക്രനിലയ തവ ചക്രപാണി, അല്ലയോ ചക്രപാണിയായിട്ടുള്ള, ലോകത്തെ മുഴുവൻ എല്ലാ ഭുവനങ്ങളെയും രക്ഷിക്കാൻ കഴിവുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയപ്പെടുന്നു. വദന്തി, എങ്ങനെയൊക്കെയാണെന്ന് പറയണു. ഇനി അടുത്തത്, ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാ മഹഹ, ഗ്രീവ അങ്ങയുടെ കഴുത്ത്, അതാ മഹഹ, മഹഹ എന്ന് വെച്ചാൽ മഹർലോകം എന്ന് പറയണതാണ്. അങ്ങയുടെ കഴുത്താണ് മഹർലോകം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ സ്ഥാനമാണ് ഈ മഹർലോകത്തിനുള്ളത് എന്നാണ്. മുഖം ച ജനഹ, മുഖം എന്ന് പറയുന്നത് ജനലോകം, ജനലോകമാണ് അങ്ങയുടെ മുഖമാണ് ജനലോകം. ഇനി തപസ്തു ഭാലം, തപോലോകം, അത് ഭാലം അങ്ങയുടെ നെറ്റിത്തടം, നെറ്റിത്തടമാണ് തപോലോകം. തപസ്തു ഭാലം, തപോലോകമാകട്ടെ അങ്ങയുടെ ഭാലമാകുന്നു. ശിരസ്തവ സമസ്തമയസ്യ സത്യം, സമസ്തമയനായിട്ടുള്ള അങ്ങയുടെ, സമസ്തമയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ളതായിട്ടുള്ള ഈ ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ സമസ്തമയനായിട്ടുള്ള അങ്ങയുടെ ശിരസ്, അത് സത്യലോകമാണ്, ബ്രഹ്മലോകമായിട്ടുള്ളതായിട്ടുള്ള ബ്രഹ്മാവിൻ്റെയൊക്കെ വാസസ്ഥാനമായിട്ടുള്ള സത്യലോകമാണ് അങ്ങയുടെ ശിരസ്. ശിരസ്തവ തവ ശിരഹ, അങ്ങയുടെ ശിരസ്സാണ് ഏത്? സമസ്തമയനായിട്ടുള്ള അങ്ങയുടെ ശിരസ്സാണ് ഏത്? സത്യലോകം. ഏവം ഇപ്രകാരം ജഗന്മയതനോ, അല്ലയോ ജഗത്ത് മുഴുവൻ ആയിട്ടുള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടിയ, ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ജഗത്ത് തന്നെ ആയിട്ടുള്ളതായിട്ടുള്ള, ഈ പ്രപഞ്ചം തന്നെ ആയിട്ടുള്ള ശരീരത്തോടു കൂടിയ തനു ശരീരം. ഏവം ജഗന്മയതനോ, ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ശരീരത്തോടു കൂടിയ അല്ലയോ ഭഗവൻ, ജഗദാശ്രിതൈഹി അപി അന്യൈഹി നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഇനി ഇത് ഈ 14 ലോകങ്ങളാണ് അങ്ങയുടെ 14 ലോകങ്ങളിൽ ഓരോരോ ലോകം അങ്ങയുടെ ഓരോരോ അവയവങ്ങളായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി എന്തൊക്കെയാണല്ലോ ഈ പ്രപഞ്ചത്തിൽ, വേറെ ഒരുപാടില്ലേ ഈ 14 ലോകങ്ങളിലും എന്തൊക്കെയുണ്ട് എന്ന് പറയാണ്. അനവധി കാര്യങ്ങളുണ്ട് ഈ ലോകത്തിലെ, പ്രപഞ്ചത്തിൽ. അതൊക്കെ അന്യൈഹി അപി നിബദ്ധവപുഷേ, മറ്റ് പ്രപഞ്ചത്തിലുള്ള മറ്റ് വസ്തുക്കളെ കൊണ്ടും നിബദ്ധമായിട്ടുള്ള, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള വപുസ ശരീരം. അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ എന്തൊക്കെയെല്ലാം ഉണ്ടോ അതൊക്കെ അങ്ങയുടെ ഓരോരോ അവയവ വിശേഷങ്ങളാണ്. അങ്ങനെ പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള മറ്റു വസ്തുക്കളെ കൊണ്ടും നിബദ്ധമായിട്ടുള്ള ശരീരത്തോടു കൂടിയ നിബദ്ധ വപുഷേ, അത് ചതുർത്ഥിയാണ്, വപുസോടു കൂടിയതായ അങ്ങേക്ക് ഭഗവൻ നമസ്തേ തേ നമഃ, പ്രകാരമുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ അങ്ങയ്ക്ക് നമസ്കാരം, ഭഗവൻ നമസ്തേ, അങ്ങനെയുള്ളതായിട്ടുള്ള. അപ്പോൾ ആ വിശ്വാകാരമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം അവസാനിക്കുന്നത്. 3 ശ്ലോകങ്ങളും ഞാൻ ഒന്നും കൂടിയും ചെല്ലാം. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ
പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വാതേശ നിന്നുടലതാം 14 ലോകേ, പാതാളമങ്ങയുടെ കാലടിയെന്നു കേൾപ്പൂ. ഓതാമടിപ്പുറമതാണു രസാതലം നിൻ ഭൂതേശ, നിന്റെ നിര്യാണി മഹാതലം താൻ. ജംഘേ തലാതലം അധോ സുതലം ജാനൂ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരമംഗ നാഭിർവക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കാൽവണ്ണ കേശവ തലാതലമാണു നിന്റെ മുട്ടാണു ദേവസുതലം വിതലാതലങ്ങൾ. ഊരുക്കളങ്ങരധരാ തവ നാഭിവാനം ഇന്ദ്രന്റെ ലോകമതു നിന്നുടെ മാറിടമ്പോൾ. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കണ്ഠം മഹർ വദനമോ ജനലോകമാകും നെറ്റീതവം തവ ശിരസ്സഥ സത്യലോകം. ഈ മട്ടു വിശ്വമതു ദേഹമതായ ദേവാ സർവം ചരാചരമതിൻ ഘടകം പ്രണാമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.